ഹേയ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഫോൺ യൂസേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഫോൺസ് ഏതൊക്കെയാണ്, അതായത് ഏതൊക്കെ ടൈപ്പുള്ള, ഏതൊക്കെ റാമിൻ്റെ ആ ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ അടിസ്ഥാനമായിട്ടാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നമുക്കറിയാം ഫോണിൻ്റെ ഒരു ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വലിയ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള യൂസേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ നോക്കിയയുടെ ഒക്കെ അന്നത്തെ കാലത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യാൻ ഏറ്റവും കൂടിപ്പോയാൽ, പിന്നെ ഒരു പാമ്പിൻ്റെ ഗെയിം ഉണ്ടാവും, അത് കളിക്കുക, അത്രയൊക്കെ കൂടിപ്പോയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മുടെ കാലമൊക്കെ മാറുന്നതനുസരിച്ച്, ജനറേഷൻ മാറുന്നതിനനുസരിച്ച് പുതിയ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ വന്നു. അതിനകത്ത് കുറേ പുത്തൻ പരിപാടികളൊക്കെ വന്നു, അതായത് ഡ്യുവൽ ക്യാമറ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വന്നു. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് തന്നെ യൂസേഴ്സ് മാറാൻ തുടങ്ങി. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ കുറേ പേരുണ്ട്. അതേപോലെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സെൽഫി കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വിഷ്വൽ ഇതിൽ, അതായത് ഇപ്പോൾ സിനിമയും കാര്യങ്ങളൊക്കെ കാണുന്നതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൽപ്പിച്ചുകൊണ്ട് ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ നോർമൽ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പറ്റിയ ഒരു റേഞ്ചിലുള്ള ഫോൺ കാര്യങ്ങൾ ഏതൊക്കെയുള്ളതാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് വരാം അല്ലേ, കമോൺ. ഗെയിമേഴ്സിനുള്ള ഫോണുകളുടെ കാര്യം പറയുമ്പോൾ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഗെയിമുകൾ എന്നൊക്കെ പറഞ്ഞാൽ പഴയതുപോലെ ചെറിയ ഗെയിമുകളൊന്നുമില്ല, നല്ല ഹെവി ലോഡിലുള്ള നമ്മുടെ പബ്ജി പോലത്തെ ഗെയിമുകളൊക്കെയാണ് ഇപ്പോഴത്തെ ഗെയിമിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ട്രെൻഡായിരിക്കുന്ന ലുഡോയും കൂടി ഉണ്ട്. ലുഡോ ഇതിൻ്റെ കോമ്പറ്റീഷനൊക്കെ അറിയണമെന്നാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഹെവി ഗെയിംസിൻ്റെ കാര്യങ്ങൾ വേറെ. ഈ ഹെവി ഗെയിംസായ പബ്ജി പോലുള്ള ഗെയിമൊക്കെ കളിക്കുമ്പോൾ ചെറിയ റാമും പ്രോസസ്സറൊക്കെ ഉള്ള ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഫോണുകൾ കിട്ടും. അപ്പോൾ അതും ചെറിയ ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ എങ്ങനെ ആയാലും നമുക്ക് വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, തെറ്റുന്നില്ല. നേരെ വെച്ച് നമ്മളൊരു മിഡ് റേഞ്ചൊക്കെ ഫോൺ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും മോശമില്ലാത്തൊരു റാമും കപ്പാസിറ്റിയൊക്കെ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാം അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെറിയ 3 GB റാമൊക്കെ ഉള്ളൊരു ഫോൺ എടുത്തു. അതേപോലെ തന്നെ ഒരു ആവറേജിന് ബിലോ ആയിട്ടുള്ളൊരു പ്രോസസ്സറൊക്കെ ഉള്ളൊരു ഫോണാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പബ്ജി ഉള്ള ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫോമൻസ് അതിനനുസരിച്ച് കിട്ടില്ല. അതായത് ഏതൊരു ഗെയിം കളിക്കുന്ന ഒരാൾക്കും അതിൻ്റേതായ ഒരു പെർഫെക്ഷനും നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമറെ സംബന്ധിച്ച് ഒരു മിനിമം 4 GB റാമെങ്കിലും നമ്മളെടുക്കുന്ന ഫോണിന് ഉണ്ടാവണം. അതായത് ശരിക്കും ഒരു ബെറ്റർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 GB റാം ആയിരിക്കും ഏറ്റവും ബെറ്റർ. ബട്ട് 4 GB ഒക്കെ ധാരാളമാണ്. അതായത് നമ്മളിപ്പോൾ 6 GB റാം, അതേപോലെ ഇത്തിരി ഇപ്പോൾ ഉദാഹരണം സ്നാപ്ഡ്രാഗൺ 720G ഇങ്ങനെയുള്ള പ്രോസസ്സർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്തിരി കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ലെവലിലൊക്കെ ഗെയിം കളിക്കാം. അല്ലെങ്കിൽ മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ റെഡ്മി നോട്ട് 8 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാം. അതേപോലെ ഈ പബ്ജിയിലൊക്കെ തന്നെ നമുക്ക് കളിക്കുന്ന ഗെയിമിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് സ്മൂത്ത്, അൾട്ര അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി കൂടി കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഫോണിലും സാധിക്കില്ല. ഇതേപോലെ തന്നെ ഇത്തിരി കൂടി നല്ലൊരു റാമും കാര്യങ്ങളൊക്കെയുള്ള ഫോണുകളിലൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം എടുക്കുമ്പോൾ കുറഞ്ഞൊരു 4 GB റാമെങ്കിലുള്ള ഫോൺ എടുക്കാൻ ശ്രമിക്കുക. അതായത് ഈ റാം കാര്യങ്ങളൊക്കെ എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ റാം എന്ന് പറഞ്ഞ ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇത്ര ആപ്സ് നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാൻ, ഇത്തിരി ഫാസ്റ്റായിട്ട് എടുക്കാനായിട്ടാണ് നമ്മൾ ഈ റാമൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റാം എന്തോരം കൂടുന്നു അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഇത്തിരി കൂടി പെട്ടെന്നൊക്കെ നമുക്ക് ഓപ്പണായി കിട്ടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ റാം അത്ര റിലേറ്റഡ് അല്ല, പ്രോസസ്സറിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോസസ്സർ എന്തോരം ഇമ്പ്രൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസും ഫോണിൻ്റെ പെർഫോമൻസ് ഇത്തിരി കൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. പിന്നെ നമ്മൾ പെർഫോമൻസിന് ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പ്രോസസ്സർ കൂടിയതൊക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ബഡ്ജറ്റും കൂടി നോക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു 10,000 ആ റേഞ്ചിലുള്ള ഒരു ഫോണൊക്കെ എടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഭയങ്കര ഹൈ പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു പ്രോസസ്സർ കിട്ടിയെന്ന് വരില്ല. എന്നാലും നമ്മൾ എല്ലാ ബ്രാൻഡുകളൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം ചെക്ക് ചെയ്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത പ്രോസസ്സറും നല്ലൊരു റാമും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോൺ നമുക്ക് കിട്ടാതിരിക്കില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ഒരു കമ്പനി തന്നെ ഒരേ ടൈമിൽ 2-3 ഫോണൊക്കെ ഇറക്കുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ അത്രയും കോമ്പറ്റീഷണൽ ടൈമിൽ എങ്ങനെ പോയാലും ഏതെങ്കിലും ഒരു കമ്പനി നല്ല രീതിയിൽ ഇപ്പോൾ ഇന്ന ബ്രാൻഡിനോട് ക്രേസ് ഉള്ള ഒരാൾക്ക് ആ ഒരു ബ്രാൻഡിലുള്ള ഫോണുകളായിരിക്കും നോക്കേണ്ടത്. കാരണം നമ്മൾ പെട്ടെന്ന് ബ്രാൻഡ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു കംഫർട്ടായിട്ട് തോന്നിയെന്ന് വരില്ല. അതായത് ചിലവർക്ക് ഇപ്പോൾ സാംസങ്ങിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സാംസങ് ഫോൺസ് ആയിരിക്കും യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർ ആ സീരീസുള്ള ഫോണുകൾ നോക്കാം.
അതല്ലാത്തവർ എല്ലാ ഫോണുകളും നല്ലോണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നതിലും കൂടി നമ്മളുടെ സംതൃപ്തിയും കൂടി നോക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്നാലും നമുക്കിതിലൂടെ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗെയിമേഴ്സ് നല്ലോണം ശ്രദ്ധിക്കുക. ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിഷ്വൽ ആൻഡ് സൗണ്ട് കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നവർക്കാണ്. അപ്പോൾ വിഷ്വൽ ആൻഡ് സൗണ്ട് കാര്യങ്ങളിലൊക്കെ ഫോണുകളിൽ തന്നെ പല റേഞ്ചിലുള്ള ഡിസ്പ്ലേസ് കാര്യങ്ങൾ, അതായത് HD ഉണ്ട്, HD+ ഉണ്ട്, ഫുൾ HD+ ഉണ്ട്, അങ്ങനെ പല റേഞ്ചിലുള്ള. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളെ സാംസങ് ഒക്കെ നല്ലോണം യൂസ് ചെയ്യുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ നമ്മുടെ സൗണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ ഇങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണുകളിൽ. പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ഫോണുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം ഇത്തിരി കൂടി ഹയർ ലെവലിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ലെവൽ ആ റേഞ്ചിലുള്ള ഫോണുകളിലൊക്കെ നമ്മൾ അധികം കാണാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോൾ ബഡ്ജറ്റ് രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ കഴിയുന്ന ഒരു HD+ ആ റേഞ്ചിലുള്ളതൊക്കെ കഴിയുന്ന എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ ഇത്തിരി കൂടി നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടും സിനിമ കാണുമ്പോൾ. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി വേണമെന്നാണെങ്കിൽ ഏതൊരാളും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരൊറ്റ ടൈപ്പ് ഡിസ്പ്ലേ തന്നെ ആയിരിക്കുള്ളൂ, സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെ ആയിരിക്കും. എനിക്കിപ്പോഴുള്ള ഫോണുകളുടെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് തരുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ AMOLED തന്നെയാണ്. എന്നാൽ അതെല്ലാ ബ്രാൻഡ്സും ഇറക്കുന്നില്ല. കൂടി റെഗുലറായിട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണുകളാണ്, സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് കിട്ടുക. അതായത് അവരുടെ ഫോണുകളിലൊക്കെ ഒരു മിഡ് റേഞ്ച് തൊട്ടുള്ള ഫോണുകളിൽ ഒരുവിധം നമുക്ക് സൂപ്പർ AMOLED കിട്ടും. അത് തന്നെ സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ഫോണുകളുടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളി ഡിസ്പ്ലേ. പിന്നെ മറ്റ് ബ്രാൻഡുകളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ റെഡ്മിയുടെ K30 ആ ഒരു റേഞ്ചുള്ള ഫോണുകളിലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽമി ഫോണുകളിലൊക്കെയാണ് പിന്നീട് കണ്ടുവരിക. അതും അതേപോലെ തന്നെ ഒരു 15,000 ആ റേഞ്ചുള്ള ഫോണുകളൊക്കെ നോർമലി കാണാറ്. എന്നാൽ റിയൽമി ഇപ്പം ഇറങ്ങിയിട്ടുള്ള റിയൽമി 6 എന്നുള്ള ഫോണൊക്കെ എടുത്ത് നോക്കിയാൽ അവരതിനകത്ത് സൂപ്പർ AMOLED ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയില്ല, ചിലപ്പം ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും. ബട്ട് അതിലും താഴ്ന്ന അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മോഡലുകളിൽ ഈ 15,000 റേഞ്ചിലുള്ള ഫോണുകളിലൊക്കെ ഇവർ സൂപ്പർ AMOLED ഇറക്കിയിട്ടുണ്ട്. സോ റീസൺ എന്താണെന്ന് ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഈ ഒരു വിഷ്വൽ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നവർ കഴിയുന്നതും ഇങ്ങനെയുള്ള റേഞ്ചുള്ള, അതായത് ഫുൾ HD അല്ലെങ്കിൽ HD+, അതും അല്ലെങ്കിൽ പറഞ്ഞ സൂപ്പർ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉള്ള ഫോണുകൾ എടുക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മുടെ സൗണ്ട് എഫക്റ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോൾബി ആ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ, ഡോൾബി അറ്റ്മോസ് കാര്യങ്ങൾ സാധാരണ ഇത്തിരി കൂടിയ ഫോണുകളിലൊക്കെയാണ് ഉണ്ടാവാറ്. അതല്ലാതെ തന്നെ നമ്മുടെ റെഡ്മിയുള്ള കമ്പനികളൊക്കെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണുകളിലും അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോൺ നേരിട്ട് യൂസ് ചെയ്ത് തന്നെ വിലയിരുത്തിയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഷോറൂമുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേക്ക് ഫോൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്തേക്കുള്ള വിഷ്വൽസ് അവർ ചെറിയ സാമ്പിൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി മൂന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാമറ കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് തുടങ്ങാം. അപ്പോൾ ഞാൻ തൽക്കാലം ആ ഒരു പാർട്ട് ലാസ്റ്റത്തേക്ക് മാറ്റി വയ്ക്കാം. അതായത് അതിനകത്ത് മറ്റ് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്ത് പറയാം. അപ്പോൾ നമുക്ക് തൽക്കാലം നാലാമതെയുള്ള നോർമൽ യൂസേഴ്സിനുള്ള പറയാം. നോർമൽ യൂസേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വലിയ പെർഫോമൻസ് കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ സാധാരണ കൂടി പോയ കോളിങ്, ചെറിയ തോതിലുള്ള സോഷ്യൽ മീഡിയ യൂസ്, അതൊക്കെ ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വലിയ ഹാങ് ആവണം ഇതൊന്നും ഉണ്ടാവില്ല. എന്നും പറഞ്ഞ് ഒരു കാരണവശാലും പോയിട്ട് കുറഞ്ഞ റാമും കാര്യങ്ങളൊക്കെ ഫോൺ എടുക്കരുത്. കാരണം നമ്മളിപ്പോൾ ചിലവരൊക്കെ നോർമൽ യൂസേഴ്സ് ആണെന്ന് പറഞ്ഞാൽ കുറേ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഫോണിൽ കയറ്റിയിടും, എന്നിട്ട് ഹാങ് ആവണമെന്നുള്ളവർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫോണിനെ അപേക്ഷിച്ച് റാം കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പ്രോസസ്സറിൻ്റെ വലിയ അപ്ഗ്രേഡ് വേർഷനൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ. നോർമൽ യൂസേഴ്സിനൊക്കെ റാമൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എടുക്കേണ്ട ആവശ്യമില്ല, കൂടിയത് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മിഡ് റേഞ്ച്, അതായത് ഇപ്പോൾ ഒരു 4 GB ആ റേഞ്ചിലുള്ള ഫോണുകളായിട്ട് എടുക്കാം. അതേപോലെ അതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഒക്കെ നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 32 GB, കഴിയുമെങ്കിൽ 64 GB മെമ്മറി കാര്യങ്ങളൊക്കെ ഉള്ള ഫോണുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഫോണുകൾ എടുക്കുമ്പോൾ നമുക്ക് അധികവും ഈ ഹാങ് ആവുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. നോർമൽ യൂസേഴ്സിനെ അപേക്ഷിച്ച് റെഫ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ടാണല്ലോ നോർമൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഹാങ്ങിൻ്റെ പ്രശ്നമൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പറഞ്ഞ ഈ ഒരു 4 GB റാമും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഹാങ് ആവുന്ന പ്രശ്നമൊക്കെ ഒഴിവാക്കാം. ഇത്തിരിയും ബെറ്റർ ആയിട്ടുള്ള യൂസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും ബ്രാൻഡിൽ സ്പെസിഫിക് ആയിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് നോക്കിയെടുക്കാം. ആ ബ്രാൻഡിൽ തന്നെ നമുക്ക് നല്ലൊരു ഫോൺ ചിലപ്പോൾ കിട്ടും. കാരണം
ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡിൻ്റെ എടുത്താലേ സാറ്റിസ്ഫൈ ആവുന്നുള്ള ഒരു ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരൊക്കെ ആ ഒരു ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ബ്രാൻഡിൻ്റെ ഫോണുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നോ മൊത്തത്തിൽ സാറ്റിസ്ഫൈങ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് എടുക്കാം. ഇനി ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ചാൽ, അതായത് നമ്മൾ മൂന്നാമത് പറയാൻ വെച്ചത് ലാസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി പറയാം. അതായത് ഫോട്ടോഗ്രാഫി കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് DSLR കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങനെ പറ്റണ കാര്യമില്ല. ഇന്നത്തെ കാലത്ത് എന്നല്ല, എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. കാരണം അതായത് DSLR കാര്യങ്ങളൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ കഴിയുന്നത് എല്ലാവരും ഫോണിൽ തന്നെ ചെയ്യുന്നത്. ശരിയാണ്, ഇന്നത്തെ ഫോണുകളിലൊക്കെ ടെക്നോളജിയും ക്വാളിറ്റി കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പോയി കഴിഞ്ഞാൽ ഫോണുകളൊക്കെ ധാരാളമാണ്. അതിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്നുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ യൂസ് ചെയ്തിരുന്ന ഫോൺ, അതായത് ഞാൻ യൂസ് ചെയ്തത് ആൽക്കട്ടലിൻ്റെ U5 HD എന്നൊരു ഫോണായിരുന്നു. അപ്പോൾ ആ ഫോണിലുണ്ടായിരുന്ന ഒരു ബാക്ക് ക്യാമിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതായത് ബാക്ക് ക്യാം എന്തോരുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 13 മെഗാ പിക്സൽ ഉണ്ടായിരുന്നു. ഫ്രണ്ട് ക്യാം ഐ തിങ്ക് 5 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമിനോട് എനിക്ക് അത്ര വലിയ മതിപ്പൊന്നും ഉണ്ടായില്ല. ഫോണിൻ്റെ പെർഫോമൻസ് അത്രയും മതിപ്പുണ്ടായില്ല. ബട്ട് ക്യാമറ അത് വളരെ നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നൊരു ക്യാമറയാണ്. അതായത് 13 മെഗാ പിക്സൽ ഉണ്ടായിരുന്നുള്ളൂ, സിംഗിൾ ക്യാമറയാണ്. പക്ഷേ നമുക്ക് അതിനകത്ത് തന്നെ മാക്രോ ഫോട്ടോഗ്രാഫി അടക്കം ഒരുവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഫോട്ടോയിലെടുത്ത കുറച്ച് ഫോട്ടോസ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഫോണിൽ ഞാൻ എടുത്തിരുന്ന ഫോട്ടോസ്. അപ്പോൾ നമ്മളൊരു ഫോൺ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ നമുക്ക് എഫക്ട്സ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു വലിയ കപ്പാസിറ്റി ഉള്ള ക്യാമറയൊക്കെയുള്ള ഫോൺ വേണമെന്ന് തന്നെ നിർബന്ധമില്ല. എന്നാലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മിഡ് റേഞ്ച് ഫോണിൽ തന്നെ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ കിട്ടും. ഒപ്പം കുറേ ക്യാമറകൾ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിലൊക്കെ എടുക്കാനുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു റേഞ്ച് ക്യാമറ ആയാലും ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ടായാൽ മാത്രമേ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കുക. അതായത് ഇപ്പോഴത്തെ മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ ഇപ്പോൾ നോർമലി കാണുന്നത് 68 മെഗാ പിക്സലിൻ്റെയൊക്കെ ക്യാമറകളാണ്. ഇപ്പോൾ ഈ മെഗാ പിക്സൽ കൂടുന്നതിനനുസരിച്ച്, അതായത് ക്യാമറയുടെ ഇത് കൂടുന്നതിനനുസരിച്ച് നമ്മളെടുക്കുന്ന ഫോട്ടോൻ്റെ സൈസും കൂടെ ഉള്ളൂ. അപ്പോൾ അത് എത്ര കൂടിയാലും കുറഞ്ഞാലും ശരി, നമ്മൾ എടുക്കുന്നതിലാണ് കാര്യം. ഓക്കെ, നമ്മൾ എത്ര എഫക്ട്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് എടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഫോട്ടോയുടെ ഭംഗി നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഭംഗിയായി കിട്ടും. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയിൽ ഉദ്ദേശിച്ച് നമ്മൾ ക്യാമറയൊക്കെ എടുക്കുന്നവർ കഴിയുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബേസ് ചെയ്ത് എടുക്കുന്നതിൽ ഉപരി നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ വല്ല റിവ്യൂസൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് അവർ കാണിക്കുന്ന സാമ്പിൾ ഫോട്ടോസ് എടുത്ത് നോക്കാം. അതായത് എല്ലാ കമ്പനികളുടെയും നമ്മൾക്ക് ഇത്ര മെഗാ പിക്സലിലുള്ളൊരു ക്യാമറയാണ് വേണമെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിലുള്ള ഫോണുകളിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് കൂടി നോക്കണം. ആ ബഡ്ജറ്റുകളിൽ ഓക്കെ ആയിട്ടുള്ള ഫോണുകളിലേക്ക് സാമ്പിൾ ഫോട്ടോസ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു റേഞ്ചിലാണോ ഫോട്ടോസൊക്കെ നമുക്ക് ആ ഒരു ഫോൺ തരുന്നതെന്നുള്ളതൊക്കെ. അതായത് എല്ലാ ഫോണുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല. അതായത് ചില ബ്രാൻഡുകളുടെ ഫോണുകളിലൊക്കെ കിട്ടുന്ന ക്യാമറ എന്ന് പറയുന്നത് ചില കോൺട്രാസ്റ്റ് കുറച്ച് കൂടിയിട്ടായിരിക്കാം, ചിലതിൻ്റെ കുറച്ച് കുറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ ചിലവർക്ക് കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസ് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറഞ്ഞതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മളുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയുള്ള സാമ്പിൾസ് നോക്കുക. അതേപോലെ തന്നെ ഫോണുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുറച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണുകൾ, അതായത് ഇത്ര മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉള്ള ഫോണാണ് എനിക്ക് വേണ്ടതെന്നുള്ളതിൽ നമ്മൾ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫോണുകൾ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ട് ആ ഫോണുകളിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം നമ്മളെ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത ഫോൺ നമ്മളൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് പറ്റിയൊരു റേഞ്ചിലുള്ള ഫോട്ടോസ് നമുക്കൊരു ഫീഡ്ബാക്ക് നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മുടെ ബഡ്ജറ്റും കൂടി ഓക്കെ ആണെന്നുള്ളത് നോക്കിയിട്ട് ഫോൺ എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഈ വീഡിയോയിലുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതുപോലെ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഓൾസോ എനേബിൾ ദാറ്റ് ബെൽ ഐക്കൺ. സോ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.